Hi dears, welcome back to our family. ഞാൻ ബേബി മാത്രമല്ല കേട്ടോ, ഗോഗു പുറത്തുണ്ട്. ഞാനിപ്പം ഫീഡിങ് റൂമിലാണ്, നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. ഇൻട്രോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ ബേബിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് വിട്ടിട്ട് നമ്മുടെ തായ്ലൻഡ് വരെയുള്ള വ്ളോഗാണ്. തായ്ലൻഡിൽ ഏത് എയർപോർട്ടായിരുന്നു പറഞ്ഞുപോയി. എന്തായാലും ഞാൻ അതിൻ്റെ ഫുൾ വ്ളോഗാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നറിയാം, എന്നാൽ കൂടിയിട്ട് ഷെയർ ചെയ്യുന്നൊരു സന്തോഷത്തിൻ്റെ. ഇത് നമ്മുടെ ഇവിടുത്തെ ഫീഡിങ് റൂമാണ് കേട്ടോ. ഞാൻ ഒരുവിധം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഇതിപ്പം ഓഗസ്റ്റ് 16 ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ, ഫീഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ വിശേഷങ്ങളൊക്കെ പറയാൻ വഴി. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് എൻ്റെ രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇൻ്റർനാഷണൽ കൺട്രിയാണ് കേട്ടോ. ഫസ്റ്റ് അറിയാമല്ലോ, ദുബായിലായിരുന്നു. സോ ദുബായിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എന്നാൽ കൂടിയിട്ട് ഇത് സെക്കൻഡ് ടൈമാണ് മറ്റൊരു കൺട്രിയിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ബേബി ഉള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഏതാകുമെന്നൊന്നും അറിയത്തില്ല. ബിക്കോസ് എനിക്കറിയാം, ഫ്ലൈറ്റ് പൊങ്ങുന്ന ടൈമിലും ഇറങ്ങുന്ന ടൈമിലും എനിക്ക് ചെവി നന്നായിട്ട് ഊതിയടയ്ക്കാറുണ്ട്, എനിക്ക് വേദന എടുക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ടിട്ട് കുഞ്ഞിൻ്റെ കാര്യം എന്താകും എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ പോകുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം ടൈം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് 12 മണിക്ക് ഇറങ്ങിയാണ് എങ്കിൽ എയർപോർട്ട് എത്തുന്നത് 8 മണിക്കാണ് കേട്ടോ. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഫസ്റ്റ് നമ്മുടെ ഇതുണ്ടല്ലോ സോളാർ എയർപോർട്ടാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നെ, PSC പഠിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. വേൾഡിലെ തന്നെ ഫസ്റ്റ് സോളാർ എയർപോർട്ടാണ് ഈ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് സോളാറിലാണ് കേട്ടോ. പ്രൊമോഷനൊന്നുമല്ല, എന്തിനാണ് ഇപ്പോൾ പ്രൊമോഷനല്ലേ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്കും അറിയത്തില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളിത് കണക്ക് എയർപോർട്ട് സൈഡിലൊക്കെ ട്രിപ്പ് കറങ്ങാനൊക്കെ വരുമ്പോഴാണ് ഗോഗു പറഞ്ഞു തന്നത് ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാർ ഇവിടെ പാർക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ 6 ദിവസത്തേക്കുള്ള ടോക്കൺ എടുക്കണമായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ നിൽക്കുമായിരുന്നു. എന്നെയും ദേവിയും ബേബിനെയും മനുവിനെയൊക്കെ ഇറക്കിയിട്ട് ഗോകുൽ കാറുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു, കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാർക്ക് ചെയ്ത് കുറച്ച് നേരം ടൈം എടുത്തിട്ടാണ് കേട്ടോ വന്നത്. ഗോകുവിൻ്റെ കൂടെയുള്ളതാണ് റിയാസിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ട്രാവൽ ചെയ്യുന്നത് തായ്ലാൻഡിലേക്കാണ്. അപ്പം നമ്മുടെ പാക്കേജ് കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് റിയാസക്കയുടെയാണ്. അവരുടെ മൈ ട്രാവലിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ അവരെ ഇൻസ്റ്റഗ്രാം വഴിയാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പ്രൊമോഷനല്ല കേട്ടോ. ഞാൻ നമ്മുടെ മല്ലു ഫാമിലി അറിയാവുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ 2 മാസം മുമ്പ് തായ്ലാൻഡിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു ഡ്രീം കൺട്രിയാണ് ഈ തായ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. ബട്ട് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുഞ്ഞുമായിട്ട് വരാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അവരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. പാക്കേജ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ. അത്യാവശ്യം എല്ലായിടവും ഉള്ള റേറ്റ് തന്നെയാണ്. ഒരുപാട് എക്സ്പെൻസ് കൂടുതലോ കുറവൊന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാം നല്ല ഭയങ്കര കംഫർട്ടാണ്. നമ്മളെ കംഫർട്ടാക്കി വെക്കാനായിട്ട് ഈ ചേട്ടൻ ട്രൈ ചെയ്യാറുണ്ട്. സോ അതെനിക്ക് ഭയങ്കര നമ്മളെ ഒരു ഫാമിലി പോലെ നോക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മളെ മാത്രമല്ല കേട്ടോ, നമ്മുടെ കൂടെ 19 പേരുണ്ട്. എല്ലാവരെയും അങ്ങനെ നോക്കുന്നുണ്ട്. അതെനിക്കൊരു സന്തോഷമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തായ്ലാൻഡ് മലേഷ്യയൊക്കെ പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്തേക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ജസ്റ്റ് കോൺടാക്ട് ചെയ്തിരുന്നാൽ ആദ്യം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രൊമോഷനൊന്നുമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. എന്നോട് ഞാനിപ്പം റീൽസിൽ അത് പോസ്റ്റ് ചെയ്ത ടൈമിൽ കുറേ പേര് ചോദിച്ചു, ചേച്ചി എവിടേക്കാണ് പോകുന്നത്, പാക്കേജ് എങ്ങനെയാണ്, ഏത് പാക്കേജാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് അകത്ത് ചെന്നപ്പോഴത്തേനും എനിക്ക് കുഞ്ഞ് നല്ല കരച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഉള്ളിലൊരു ചേച്ചി കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം വെളിയിൽ വെയിറ്റ് ചെയ്തപ്പോഴത്തേനും അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വാഷ്റൂമും നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അപ്പം ഇപ്പം നമ്മളത് ഉള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ കാണിച്ചു തരാം ചേട്ടാ. കേട്ടോ, ഇതാണ് നമ്മുടെ മൈ ട്രാവലിംഗ് ഗ്രൂപ്പിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്നാണ് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമേ നമ്മൾ തായ്ലാൻഡിലേക്കാണ് പോണത്. സോ
ഫസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവർ പോയിട്ടുണ്ടാണ് തായ്ലാൻഡിൽ പോയിട്ടുള്ള ഒരു വ്ലോഗ് കണ്ടിട്ടാണ് ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. സോ ചേട്ടനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേന് ഇവരുടെ ബഡ്ജറ്റും നമ്മുടെ ബഡ്ജറ്റും ഒക്കെ ആയിട്ട് പെർഫെക്റ്റ് ഓക്കെ ആണ്. എന്ന് വെച്ചാൽ എല്ലാ ഫാമിലിയാണ് പോകുന്നത്. തായ്ലാൻഡ് പോകുമ്പം അയ്യോ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ. ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റി തന്നത് ഇവരുടെ പേജാണ്. പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം, മൈ ട്രാവലിംഗ് ഗ്രൂപ്പ് എന്നാണ്. ചേട്ടൻ ലൈനിൽ ഉണ്ടാവും കൂടെ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ 49 പേരുണ്ടായിരുന്നു. സോ എല്ലാവരും ഒന്നും പരിചയപ്പെട്ടില്ല, എല്ലാവരും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. എല്ലാവരും വഴിയുള്ള വീഡിയോയിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും കപ്പിൾസും അങ്കിളുമാരും ഒക്കെ ഉണ്ട്. എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. എയർ ഏഷ്യയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഫ്ലൈറ്റ്. ബഡ്ജറ്റ് എയർലൈനാണ്. നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് വരുന്ന എയർ ഏഷ്യ മാത്രമേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. തായ്ലാൻഡിലേക്ക് വരുന്നത് ബാക്കിയൊക്കെ കണക്ഷനാണ്. നമുക്കിത് കണക്ഷൻ അല്ലായിരുന്നു. ഡയറക്റ്റ് ബാങ്കോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബാങ്കോക്ക് അല്ല, മഡ്ഗോണോ, എയർപോർട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. എന്തായാലും തായ്ലൻഡ് അങ്ങനെ വിചാരിച്ചാൽ മതി. അതായത് നമ്മുടെ കേരളത്തിലാണല്ലേ, കേരളത്തിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ നമ്മുടെ തായ്ലാൻഡിലുള്ളൊരു സ്ഥലത്തുള്ള എയർപോർട്ടിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ കുറേ അച്ഛച്ചന്മാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ റിട്ടേർഡായിട്ടൊക്കെ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് തായ്ലൻഡ് എന്ന് പറയുമ്പോൾ പട്ടായ എന്ന് പറയുമ്പോഴത്തേന് മറ്റു പലതിനാണ് വരുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഫാമിലിക്ക് വരാം, കപ്പിൾസിന് വരാം, ഫ്രണ്ട്സുമായിട്ട് വരാം. അത്യാവശ്യം നല്ല ഒരു പ്ലേസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പക്ക നമ്മുടെ നാട് കണക്കാണ് കേട്ടോ തോന്നുന്നത്. മലയും കുന്നും മരങ്ങളും മഴയും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ബോർഡിങ്ങിൽ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ബേബീൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും എനിക്കുണ്ടാവുമല്ലോ. നമ്മുടെ കയ്യിൽ ബേബി സ്ട്രോളർ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ വന്നിട്ട് ഞാൻ ചേട്ടന്മാരോട് പറഞ്ഞു ബേബി സ്ട്രോളർ ഉണ്ട് എടുക്കണമെന്ന്. സോ അവരത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എൻ്റെ ഫസ്റ്റ് ദേവിയും മനുവും കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു കാര്യം പറയുന്നത് ഞങ്ങൾ 4 പേരുടെയും സീറ്റ് സെപ്പറേറ്റ് ആയിരുന്നു കേട്ടോ. മനുവിനൊരിടത്ത്, ദേവിക്കൊരിടത്ത്, എനിക്കൊരിടത്ത്, ഗോകുവിനൊരിടത്ത്. പിന്നെ എനിക്ക് എൻ്റെ സീറ്റിൻ്റെ അടുത്തായിട്ട് ഗോകുവിന് പേയ്മെൻറ്റ് കൊടുത്തിട്ട് സീറ്റ് മേടിച്ചു. അപ്പം ഒരാൾക്ക് മേടിച്ചുകൊണ്ടിട്ട് മറ്റേ അവർക്ക് 2 പേർക്കും ദേവിക്കും മനുവിനും വേണ്ടിയിട്ട് അവർ സീറ്റ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പേയ്മെൻറ്റ് മേടിച്ചില്ല. ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രം 840 എന്തോ ആണ് സീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സീറ്റ് അതായത് നമുക്ക് സെപ്പറേറ്റ് സീറ്റ് കൊണ്ടിട്ട് ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് എടുത്താണ്. നമ്മൾ കയറിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അറിയാമല്ലോ ഇപ്പോൾ കേരളത്തിൽ മഴ സീസണാണ്. അതുകൊണ്ടിട്ട് നല്ല മഴയായിരുന്നു. കാശി ബേബി ചെറിയ ബഹളവും കാര്യങ്ങളും. ഇത്ര അധികം ആളെ കണ്ടിട്ടും രാത്രി 11 മണിയോട് അടുപ്പിച്ചിട്ടാണ് നമ്മൾ ബോർഡിങ് നടക്കുന്നത്. സോ ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ ബഹളമൊക്കെയാണ്. അതുകൊണ്ടിട്ട് ചെറിയ കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. നമ്മുടെ എയർ ഏഷ്യയിലെ എയർ ഹോസ്റ്റേഴ്സൊക്കെ ഭയങ്കര റൂഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വേറെ ഒരുപാട് എയർലൈൻസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ ലാംഗ്വേജ് മനസ്സിലാവാത്തതുകൊണ്ടിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഇത് തായ് ബാത്താണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇന്ത്യൻ കറൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് അത് കൊടുത്തിട്ട് നമ്മൾ തായ് ബാത്ത് വെച്ചിട്ട് ഇവിടുന്ന് നൂഡിൽസ് മേടിക്കായിരുന്നു. അതായത് പാക്കറ്റ് നൂഡിൽസ് ഉണ്ടല്ലോ, അതായത് റെഡി ടു ഈറ്റ്, ചൂടുവെള്ളം ഒഴിച്ചിട്ട് തരുന്നത്, അതായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് 2 എണ്ണം എനിക്ക് തോന്നുന്നു നാട്ടിൽ 1 400, 2 800, പിന്നെ ഒരു കോഫി 250 അങ്ങനെയായിരുന്നു കേട്ടോ. ഭയങ്കര റേറ്റ്. എയർ ഹോസ്റ്റസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് കൂടുതലാണ്. ഇന്ത്യൻ കറൻസി ചേഞ്ച് ചെയ്യുമ്പോഴത്തേന് റേറ്റ് കൂടുതലായിരിക്കും. നിങ്ങൾ തായ് ബാത്ത് ആണെന്നുണ്ടെങ്കിൽ അത്രയും വരില്ല എന്ന്. എന്തായാലും വിശപ്പിന് വിളിയില്ലല്ലോ. ഞങ്ങൾ ലേറ്റ് ആവുന്നത് കൊണ്ടിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ റെഡിയായി, ഫുഡ് കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, അത്രേ പറയാനുള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അത്രയേ ഉള്ളായിരുന്നു. ഇത് നമ്മളിതേ വെളുപ്പിനെ തായ്ലൻഡിൽ 4:30 എത്തിയത്. നമ്മുടെ നാട്ടിൽ ഏകദേശം 3:30, വെളുപ്പിന് 3:30 ആ ഒരു ടൈമിലാണ്. 1.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ഇപ്പോൾ 10 മണിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 10 മണിയാണെന്നുണ്ടെങ്കിൽ നാട്ടിലിപ്പം 8:30 ആ ഒരു ഡിഫറൻസാണുള്ളത്. അങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ തായ്ലാൻഡ് എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, കുറേ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേനുള്ളൊരു ഭയങ്കര സന്തോഷം. ഇത് ഇമിഗ്രേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ബേബി ഉള്ളത് കൊണ്ടിട്ട് തന്നെ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് സ്പെഷ്യൽ പേഴ്സൺസ് ഉണ്ടല്ലോ, അവർക്കുള്ള ഇമിഗ്രേഷൻ സെക്ഷനിലേക്ക് കൊണ്ടുപോകും. പ്രയോറിറ്റി ഡോക്യുമെൻറ്റേഷൻ പറയുമല്ലോ, ലൈക്ക് വീൽ ചെയർ യൂസ് ചെയ്യുന്നവർ, ബേബീസ് ഉള്ളവർ, അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസ്, അവർക്കൊക്കെ കൺസിഡറേഷൻ ഉണ്ട്. അതെല്ലാ എയർപോർട്ടിലും അങ്ങനെ തന്നെയാണ്. സോ നമ്മൾ അതിലേക്ക് അവിടെ നിന്ന് ഒരു സ്റ്റാഫ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലഗേജ് കളക്ട് ചെയ്യാൻ നിൽക്കുകയാണ്. നമ്മൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ആ ഒരു ഫീലൊക്കെ
നമ്മുടെ നാട് കണക്ക് തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വന്നിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അറിയാം, ഇനി വരാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടറിയാം. ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, അപ്പോൾ അറിയാൻ പറ്റുമല്ലോ. പിന്നെ നമ്മുടെ ലഗേജ് ദേ വരുന്നുണ്ട്. അപ്പോൾ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ബസ് വരും. പിന്നെ അപ്പോഴത്തേനും എൻ്റെ ഫോൺ ഓഫ് ആവാറായിട്ടുണ്ടായിരുന്നു. അത് വേണ്ടിയിട്ട് കൂടുതൽ വീഡിയോസൊന്നും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഓരോ ദിവസം ഓരോ 1 by 1 ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതേണ്ട് നമ്മുടെ ബേബി സ്ട്രോളർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലഗേജസ് വരുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ. പിന്നെ തായ്ലൻഡിലേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞിരുന്നാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം.